ക്ലാസ് തുടങ്ങാം. അപ്പൊ എന്ത് ഇന്ന് ലിസാൻ നോട്ട് എടുത്ത് വെച്ചോ. കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വേണം ചെയ്ത് പഠിക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, പറയടാ. അത് ഇട്ടരു. സ്ക്രീൻ കാണുന്നുണ്ടോ? പോയാ? ഓക്കെ, വായിക്കോ 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 വായിക്കോ. ഓക്കെ ഓക്കെ, ഇപ്പൊ വരാം. ഓക്കെ, പ്രശ്നം ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ഇപ്പൊ കാണില്ലേ? ഓക്കെ ഓക്കെ. എടാ മാളിക്ക് എല്ലാരും ഉദാഹരണം പറയും. മാളി പറയും. നോക്കി വേറെ ഞാൻ പറയാത്ത വേറെ പറയും. നോക്കട്ടെ, അറിയാൻ നോക്കട്ടെ. അറിയോ? കത്തബ. ഓക്കെ. ആ കാല. ഓക്കെ, അതിന്റെ മുതാരി പറയും. ജലസേന മുതാരി എന്താ? ജലസ ജലസ. ആ ഇജിലിസു. നസറ. ആ മതി 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 മതി. ഇനി എടാ എക്കോ അടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇപ്പൊ പോയിക്കാ. ബുദ്ധിമുട്ട് കാണുന്നില്ല സ്ക്രീന്. ഓക്കെ, അവിടെ കുറച്ച് എഴുതി വെച്ചോളി. കുറച്ച് മാധ്യമങ്ങളായിരിക്കും ചിലപ്പോ ചോദിക്കും പരീക്ഷക്ക്. എന്താ അറിയോ? പരീക്ഷക്ക് ഇങ്ങനെ ചോദിക്കും. കറേന്റെ കറേന്റെ എന്ത് എഴുതാൻ ചോദിക്കും. ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ടാവും യക്കിരി ഊ യക്കിറവു അങ്ങനെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ശരി ഏതാന്നുള്ളത് എടുത്ത് എഴുതാണ്ടാവും. അതായത് ഇതിലൊക്കെ ചോദിച്ചാ ഇപ്പൊ കറേന്റെ എന്താ? യക്കിറവു. മുലാരി. ഓക്കെ, മുലാരി എന്ന് വെച്ചാൽ യാ ഉം മെലയില് താ ഓ ചേർത്ത് കൊടുക്കുക. അതായത് യക്റവ്, അതായത് കറക്ക് യക്റവ്. യക്റവ് എന്ന് പറഞ്ഞാൽ അവനായി. ഇനിയിപ്പൊ നീന് അവന് അവനൊരുത്തൻ വായിച്ചു എന്നാണ് പറയാ. ഓക്കെ, ഇനി നീ ആണെങ്കിൽ തെക്കുറവ് എന്നാവും കേട്ടോ. ഏഹ് ഇനിയിപ്പോ ഞാൻ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോ നെക്റവ് ആവും. നെക്റവ് നമ്മൾ എന്ന് പറയുമ്പോ. ഇനിയിപ്പോ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ വായിച്ചു എന്ന് വെച്ചാ എന്ത് ഈ എന്താ പറയാ, ജലസ്തു എന്നൊക്കെ വേണം പറയാം. ഓക്കെ, ജിലിസു അജിലിസു. അപ്പം കറ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? കറന്റെ അർത്ഥം എന്താ? പരിപാടി ആരുമില്ലേ? ഹലോ, ആരൊന്നും പറയാത്തെ? കറന്റെ അർത്ഥം എന്താ? ആ വായിക്ക. ഇക്ര ഓതുക. ഇക്റവുൽ ഖുർആനാന്ന് അറിയാം. ഓക്കെ, ഖുർആൻ ഓതുക. അവനൊരുത്തൻ ഇക്റവു റമീസ് ഖുർആനാന്ന് അറിയും. ഓക്കെ, ഇപ്പൊ ജലസന്റെ അർത്ഥം എന്താ? ആ ജലസ ആബിദൻ ഫിൽ എന്താ കുർസി. ഓക്കെ, അതിനൊക്കെ ഉദാഹരണം പറയാം. ഉദാഹരണ ശേഷം പറഞ്ഞു. അപ്പൊ യജിലിസു ജലസ യജിലിസു. അബദ. അബദ എന്താ അർത്ഥം? അബദ യഅബുദു ആരാധിക്കുക. യഅബുദുല്ലാഹ അവൻ അള്ളാഹുവിനെ ആരാധിച്ചു. ഓക്കെ, അമാത്ത മാത്ത യമൂത്തു. അമാത്ത എന്താ? ആ യുമീത്തു. ഓക്കെ, അഹിയ. അടുത്ത അഹിയ ജീവിക്കുക. തഅല്ലമ അല്ലമ പഠിപ്പിക്കുക. ആ തഅല്ലമു തഅല്ലും തഅലീം. ഓക്കെ, ഇപ്പൊ യതഅല്ലമു അറപ്പ് വന്ന് ജോയിൻ ചെയ്യുന്നു. എന്തറിയോ? ഒരു മിനിറ്റ്, ആരെ വന്ന് ജോയിൻ ചെയ്തു? ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്താലേ ആരാണാവോ? റോസിന അതാരാ? ഇപ്പൊ ജോയിൻ ചെയ്താരാ?
റോസ്റ്റിൻ ആരാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ക്ലാസ് നമ്മള് 2 ദിവസം മാത്സിന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട്. ആ ഓക്കെ. ഇല്ല ഞാൻ ഇന്നലെ മെന്നാന്ന് മാത്സ് പഠിപ്പിച്ചു കൊടുത്ത, ക്ലാസ് എടുത്തിട്ടില്ല, മോഡൽ അയച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിച്ച. ഓക്കെ. ആ ഓക്കെ ഓക്കെ, ഒന്ന് ചെയ്തിട്ട് അയച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ താഴെ നമ്മള് പഠിച്ചില്ലേ, സ്ക്രീൻ കാണില്ലേ? പോയോ? കാണില്ലേ? ഇല്ല അറിയുന്നു. ഇപ്പൊ കാണില്ലേ? ആ താലമ. താലമ എന്താ പഠിപ്പിക്കുക? ഷെറഫേന്റെ അർത്ഥം പറയും. കുറച്ച് അങ്ങ് ലിസാൻ പഠിച്ചില്ലേ? ശ്രേഷ്ഠമായ. അഷറഫ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേഷ്ഠമായവൻ. ശ്രേഷ്ഠമായ, അല്ലെ ബഹുമാനിക്കുന്ന. ഓക്കെ. ഇപ്പൊ ത്വലയോ? ത്വല, ത്വല, എത്തലോ, പുതുക്കി, എത്തലോ ശംസ എന്ന് പറഞ്ഞാൽ എന്താ? പറയ്. എന്താ അതൊന്നും പറയാത്തെ? ഉദിക്കുക. എത്തലോ ശംസു, സൂര്യൻ ഉദിച്ചു. വജബ യജിബു. ആ വജബ യജിബു. പറയ്. വജബ, വജബല്ലാഹു. ആ ഓക്കെ. വജബല്ലാഹു സ്വലാത്ത് എന്ന് പറഞ്ഞ പോലെ അള്ളാഹു സ്വലാത്തിനെ നിർബന്ധമാക്കി. കാല യക്കൂലു. ഇപ്പൊ ജായ ജിയോ. എടാ നിങ്ങൾക്ക് ലിസാനില്ലേ? ബുക്ക് തുറന്നു വെച്ചാ ഈ. ഓക്കെ. പിന്നെ ജായ ജിയോ വരിക. ഓത യോതെന്താ? കാത്തു എന്താണ് നോക്കിട്ട് വന്നോട്ടെ. കള യക്കല് വീട്ടുക. ഹറജ യഹ്റുജു പുറപ്പെടുക. ഓക്കെ. ഇത് മാലി മുലാരിന് ഉദാഹരണമാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും ചിലപ്പം. ഇതൊക്കെയാ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ജലസേന മുലാരി എഴുതാൻ പറയും. ഓക്കെ. ഏഹ് ശ്രദ്ധിച്ചോ? ജലസേന മുലാരി തന്നിട്ടുണ്ടാവും താഴെ ഓപ്ഷൻ. മൈക്കോഫാക്ക്. മൈക്ക്. എന്ത് ജലസേന മുലാരി ചിലപ്പോ താഴെ തന്നിട്ടുണ്ടാവും. അപ്പൊ എന്ത് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോ എജിൽ അസു എന്നായിരിക്കും. എജിൽ അസു, അല്ലെ എജിലുസു, എജിലിസു, അല്ലെ എജിൽസു, അങ്ങനെയായിരിക്കും. നാളെ തന്നെ ചിലപ്പം എജിലിസു മൂന്നാമത്തെ ആയിരിക്കും ഉത്തരം. അപ്പൊ എജിലിസു എന്നായിരിക്കും. അബദ യഅബുദു. ശ്രദ്ധിച്ചാ മതി. ഒരു ഓർഡർ ഇത് വരുന്ന രീതി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ എന്തായാലും പഠിക്കും. ഇപ്പൊ എന്ത് ഈ ഇപ്രാവശ്യത്തെ ലിസാൻ ഒന്ന് നോക്കി പോയത്, അതിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ എന്താ പഠിച്ചു പോയാൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ കണ്ടില്ലേ, നമ്മള് ഇത് പഠിച്ചില്ലേ? ഫെയില്, ഫായില്, മഫൂല്. ഏഹ് ഓക്കെ ഓക്കെ. എന്നാ ഞാനേ നബീലിനോട് ചോദിക്കട്ടെ. നബീലെ, നബീൽ, ഇവിടെ ഉദാഹരണം കണ്ടോ? ദഹബ ദഹബ ഹമീദ് നിലൽ മദ്രസത്തി. പറ അതിലേതാ ഫിയോയില്? നബീല് പറയും. നബീൽ ഫെയില് പറയടാ. ദഹബ ഹമീദ് നിലൽ മദ്രസത്തി. ആ എന്താ? അതാ ഫീല്. ഫായിലേതാ? ആ ഫായിലോ? എടാ ആരാണ് ഫായിൽ എന്ന് വെച്ചാ പ്രവർത്തിച്ച ആൾ. പോയ ആളാരാ? ഹമീദ്. പോയ സ്ഥലത്ത് എങ്ങോട്ടാ പോയ? ഇലൽ മദ്രസ. അതാണ് മഫ്കൂല്. മനസ്സിലായോ? ആ പിന്നെ അടുത്ത അടുത്താരോടാ? ഏത്? നമ്മളാരോട് ചോദിക്കാം? ഫൈസ്. മോനെ ഫൈസേ, ഇതാ ആശൻ നബിയു ഫിൽ മദീനത്തി. ഒന്ന് പറയും. അഷറ സിനീൻ ഇതാണ്. അത് കണക്കാണ്, അതല്ല. ആശൻ നബിയു മദ്രസത്തി എന്ന് പറയും. അതാണ്. ഓക്കെ. മദീന ഏതാ? ഫായിലാടാ മദീന. മദീന ജീവിച്ചേ. എടാ ജീവിച്ച ആൾ. ആശ നമ്മൾ അർത്ഥം വെക്കുക. ആശ ജീവിച്ചു. നബി അപ്പൊ എന്ത് ഒരു സ്ഥലം ജീവിക്കോ? ഇല്ല, ഒരാളെ ജീവിക്കുക. അപ്പൊ നബിത്താളെ ജീവിച്ചു. ആ ജീവിക്കുന്ന ആള്, അതാണ് വരിക. അല്ലെങ്കിൽ ലൊറബ അടിച്ചു.
അടിച്ച ആളാണ് പറയപ്പെടുക, ഫായിൽ എന്ന് പറയാം. ഓക്കെ അല്ലെ? ജീവിച്ച് എവിടെ ജീവിച്ചു പറയുമ്പോ അത് മഫൂലാവും. ഫിൽ മദീനത്തി, മദീനയിൽ, അശറ സിനീന, 10 വർഷം. അപ്പൊ ആശ എന്നുള്ള അത് നിങ്ങൾ എന്താ പഠിക്കാത്ത, മനസ്സിലായോ? അപ്പൊ ഏതാ ഫായില്? ഏതാ ഫായില്? അപ്പൊ മഫൂൽ ഏതാ? പിന്നെ ഫേല് ആശ, ജീവിച്ചു. ഓക്കെ. അതേപോലെ തന്നെ ഹഫറൽ ജിബിലിൽ, ജിബിലിയിൽ കുഴിച്ചു. ജിബിലി അലൈഹി സ്വലാം കുഴിച്ചു. എന്തിനെ കുഴിച്ചു? ബീറ് സംസം. അല്ലെങ്കിൽ സംസം കുഴിച്ചു എന്ന് ഒരിക്കലും പറയൂല. ജിബ്രീൽ അലൈഹിസ്സലാം കുഴിച്ചു ബീറ് സംസമ, ബീറ് സംസമ, സംസം കിണറിനെ. ഓക്കെ, അങ്ങനെയാട്ടെ വരിക എല്ലാരോടും. മനസ്സിലായോ? മാറിപ്പോവരുത്. ചിലപ്പോ ഇങ്ങനത്തെ ഒരു ഉദാഹരണം തന്നിട്ട് ഇതിൽ ചോദിക്കും അഫറ ജിബീൽ അലൈഹിസ്സലാം ബീറ് സംസം ചോദിക്കും. ഏത് ഇതിലേതാ ഫായില് എന്ന് ചോദിക്കും. എന്നിട്ട് ഒരു ഓപ്ഷനെ എന്തിടും? ജിബി ബിർ എന്നിടും. ഓപ്ഷൻ എന്ത്? ബി സംസം എന്നിടും. അല്ലെങ്കിൽ മൂന്നാമത്തെ ബീർ സംസം എന്നിടും. എന്നിട്ട് നാലാമത്തെ ജിബിലിയിൽ കൊടുക്കും. അപ്പൊ നമ്മൾ ജിബിലിയിൽ സെലക്ട് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയൊക്കെ വരും ക്വസ്റ്റ്യൻ. എല്ലാരും കേൾക്കുന്നില്ലേ? മാറിപ്പോവരുത്. ചിലപ്പോ ഇതാ ഇസ്തറ അബി മിന്തിയില. അപ്പൊ ഇവിടെ ചോദിക്കും ഫെയിൽ ഏതാന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ മിന്തിയിൽ എഴുതിയാൽ തെറ്റി, അത് ഫായിലാണ്. അല്ല, അത് മഫൂലാണ്. മിന്തിയിൽ എന്നുള്ളത് മഫൂലാണ് അല്ലേ? തവ്വല്. ഓക്കെ ഓക്കെ. അബിയാണ് ഫായില്. ഇസ്തറ എന്നത് എന്താണ്? ഫെയിലാണ്. ഇത് പ്രവർത്തനത്തെയാണ്. ഓക്കെ, അപ്പൊ മാറിപ്പോരുത്. പിന്നെ അദ്ദാന മോദിനും അല്ലെ? മോദിനല്ലേ വാങ്ങി കൊടുക്കുക? പോയില്ലേ? ഓക്കെ ഓക്കെ അല്ലെ? മോദിനല്ലേ വാങ്ങി കൊടുക്കുക? കാണില്ലേ? ഇല്ലേ? ഓക്കെ ഓക്കെ. അദ്ദാന മോദിനോ, മോദിൻ ബാങ്ക് കൊടുത്തോ. അപ്പൊ മാറിപ്പോരുത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്താക്കാരോ, ക്ലാസ് കഴിഞ്ഞ് ഒന്നും കൂടി ഇത് പഠിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉദാഹരണം എഴുതി തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ചോളി. എഴുതി വെച്ചോ. നാളെ വരുമ്പോ ഇതിലൊക്കെ ഉദാഹരണം എഴുതി കൊണ്ടുവരണം. അല്ല വേണ്ട, ഞാൻ ഉദാഹരണം എഴുതി തരാം. എന്ത്? ലറബ. ശരി ശരി. ലറബ ഹാരിസുൻ. എഴുതി വെച്ചാളാ. ലറബ ഹാരിസുൻ. അല്ല വേണ്ട, ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം. ഓക്കെ, നിങ്ങൾ സുഖമായി എഴുതിയെടുക്കണം. ഇനി എഴുതിയിട്ട് സമയം പോകണ്ട, മുമ്പേ ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പൊ ഒരു മൂന്നാല് ഉദാഹരണം, കാരണം നിങ്ങൾ ഇത് മാറിപ്പോയത് കേട്ടോ. ജഹബ ഉള്ളത് ഫെയിലാണ്, അമീദ് ഉള്ളത് ഫായിലാണ്, ഇലൽ മദ്രസത്ത് ഇത് ജെറാട്ടോ. നിങ്ങൾ ജെറ് പഠിച്ചിക്കോ? പഠിച്ചിക്കോ? അപ്പൊ എന്നാ ഓക്കെ, ഞാൻ പറയുന്നില്ല. ഇനി മദ്രസത്തി എന്നുള്ളത് മഫ്കൂലാണ്. ആശ ഉള്ളത് ഫീല്, നബീന ഫായില്, ഫിൽ മദീനത്തി എന്നുള്ളത് എന്താണ്? മഫ്കൂലാണ്. അഷറസിനീന അത് നിങ്ങൾ പഠിച്ചു. അതന്ന് വെച്ചിരുന്നോ? ഇത് കണക്കാണ്, അത് നിങ്ങൾ പഠിക്കും. ഓക്കെ. 6ാം ക്ലാസ്സിൽ പഠിക്കേണ്ടത് തോന്നില്ലേ? ആറില ഇല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ 5ാം ക്ലാസ് വരെ ഉള്ളൂ നമുക്ക്. അത് പഠിക്കണ്ട, ഇത് വേണ്ട. ഓക്കെ, ഈ ചാപ്റ്റർ ക്ലോസ്. പിന്നെ ഹഫറ കുഴിച്ചു, ജിബ്രീൽ ഫായില്, ബേര് സംസമ മഫ്കൂല്, ഇസ്തറ ഫേല്, അബി ഫായില്, മിന്തില് മഫ്കൂല്, അസ്സന ഫേല്, മുഅദ്ദിന്, ലിസ്വലാത്തുൽ ഫജ്രി. ഓക്കെ, ഇത് മഫ്കൂല്, മഫ്കൂൽ. ഓക്കെ, മാറിപ്പോയത് കേട്ടോ. കറക്റ്റ് അല്ലേ? ഓർമ്മല്ലേ? ഓക്കെ ഓക്കെ. തെറ്റിയാ കഴിഞ്ഞി, അതാണ് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് സർഫാക്കാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർഫാക്ക? പറയില്ലേ? ഒസല ഒസല ഒസലു, ഇല്ല ഹറജ ഹറജ. ഇവിടെ ആകെ മുഫ്രദ് മുസന്നെ പറയുള്ളൂ. മനസ്സിലായോ? സർഫാക്ക ആർക്കെങ്കിലും അറിയോ? അറിയുന്ന ഒരാൾ പറയും, പേര് പറയും, പേര്. എന്താണ് സർഫാക്ക? എന്നാലേ ഒസലേന് ഇത് പറയും, യറാബ് പറയും. പറയും യറാബ് പറയും. എന്താണത്? വാഹിദ്. ആരാടാ? റിഷാൻ, റിഷാൻ. വാഹിദ് പറയേ. വാഹിദ്. അല്ല മറ്റേടാ, വാഹിദ് മുഫ്രദ് അല്ല, ആയിബ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. ഞാൻ എടുത്തു അല്ലോ, ഞാൻ പറഞ്ഞ. അതന്നെ അതന്നെ ആയിബ്.
അപ്പൊ മുസന്ന എന്താ? മുസന്ന മുദക്കറ് ഓയിബ്. മുസന്ന എന്താ? രണ്ട്. മുഫ്രദ് പറഞ്ഞോ ഒസല, അവൻ കുളിച്ചു. ഒസല എന്ന് പറയുമ്പോ അവർ രണ്ടുപേർ കുളിച്ചു. ഇനി ജമ്മു നമുക്ക് അടുത്ത പഠിക്കാം. അപ്പം ചിലപ്പോ ഇനി ഇങ്ങനെ വരും കേട്ടോ. ഇനിയിപ്പോ എന്ത് ഒസലേനെ മുഫ്രദും ജമ്മു എഴുതാൻ പറയും. ഇങ്ങനെയൊക്കെ വരും. കാരണം കഴിഞ്ഞ ആഴ്ച മദ്രസത്തെ അത്യാവശ്യം വന്നിക്ക്. അപ്പൊ ഒസല എന്ന് പറയുമ്പോ എന്ത് മുഫ്രദ് മുസന്ന, മുഫ്രദ് എന്ത് വാഹിദ് എന്ത് ഇഹ്ദ മുഫ്രദ് മുദക്കർ ഓയിബ്. മുദക്കർ എന്ന് പറയുമ്പോ ആണാണ്, പെണ്ണല്ല. പെണ്ണ് നമുക്ക് മുഅന്നസ് അടുത്ത് പഠിക്കുക. മുഅന്നസ് ഇപ്പൊ നമ്മൾ മുദക്കർ പഠിക്കുക. അപ്പൊ അസല മുഫ്രദ് മുദക്കർ ഓയിബ്. അപ്പൊ അവൻ ഒരുത്തൻ കുളിച്ചു. ഒസല പറയുമ്പോ അവൻ രണ്ടുപേർ കുളിച്ചു. ഓക്കെ. ഹറജ അവൻ പോയി. ഹറജ എന്ന് പറയുമ്പോ ഒരാൾ പോയി. ഹറജ എന്ന് പറയുമ്പോ ഇവിടെ കോള് വരുന്നുണ്ട്. ഓക്കെ. ഹറജ എന്ന് പറയുമ്പോ എത്ര ആൾ വിളിച്ചു? കാണുന്നില്ലേ? ഹലോ പോയാ? ഹലോ എടാ ഒന്ന് പറയാടാ. ഹലോ ഹലോ കേക്കുന്നില്ലേ? അതൊന്നും പറയാത്തെ? നെറ്റ് പോയില്ലേ? അബദ്ധം പറ്റി, അബദ്ധം. ഹലോ കേട്ടില്ലേ? ഓക്കെ അല്ലേ? കോൾ വന്നപ്പോ പോയത്. ഓക്കെ കാണില്ലേ? ഓക്കെ. അപ്പൊ അതില്ലേ ഒസല പറയുമ്പോ അവൻ ഒരുത്തൻ കുളിച്ചു. ഒസല. അപ്പൊ ഒസല എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേർ കുളിച്ചു. മുസന്ന ദ്വിവചനം, മുഫ്രദ് ഏകവചനം. ഓക്കെ. ഉദാഹരണം വെച്ചോ. പിന്നെ മുലാരി ആണുമ്പോ യസിലു അവൻ കുളിക്കും. ഓക്കെ. യസിലാനി അവർ രണ്ടുപേർ കുളിക്കും. യസിലൂന എന്നർത്ഥം ജമ്മു വരും. അപ്പൊ മുഫ്രദി അറിയുമ്പോ ഏകവചനം, ഒരാൾക്ക് മാത്രം പറയുന്നതിന്. ഓക്കെ. ശ്രദ്ധിക്കില്ലേ? മുസന്ന എന്ന് പറയുമ്പോ രണ്ടുപേർക്ക്, ദ്വിവചനം, രണ്ടാൾക്ക് പറയുന്നതാണ്. ജമ്മു എന്ന് പറയുമ്പോ ഇഷ്ടമുള്ള കുറെ ആൾക്ക് പറയാം. അപ്പം ഞാൻ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞോ. ഹറജ എന്താ പറയാ? ആര് വരട്ടെ? ആമിഷബി വരട്ടെ. ഹറജ എന്താ? എത്ര പേർ കുളിച്ചു എന്നാ? പറയേ. ഹറജ ഇത്തന പേഴ്സൺ കുളിച്ചു പറയ്. അറിയോ? ഒരാൾ കുളിച്ചു. ഒരാൾ കുളിച്ചു. ഹറജ അവൻ രണ്ടുപേർ കുളിച്ചു. കുളിച്ചു. കാമ അവൻ ഒരുത്തൻ എഴുന്നേറ്റു. കാമ അവർ രണ്ടുപേരും എഴുന്നേറ്റു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു ഉദാഹരണം എഴുതി കൊടുത്തു. ലൊറബ പറ. എന്താ മുസന്ന പറയടാ. ലൊറബ. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്താവും? മുലാരിയിൽ എന്താവും? ലൊറബേനെ മുലാരി ആക്കുമ്പോ യൊല്ലിരിബു. അപ്പൊ എന്താ? മുസന്നി ആക്കുമ്പോ, മുലാരിയെ മുസന്നി ആക്കുമ്പോ പറ. യൊല്ലിരിബാനി രണ്ടുപേർ കുളിക്കും. അവൻ കുളിക്കും. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ഇത് എഴുതി വെച്ചോട്ടോ. ഞാൻ ഇപ്പൊ കുറച്ച് ഉദാഹരണം എഴുതിത്തരാം. ഇത് നാളെ നിങ്ങൾ ഇതാക്കി വരണം കേട്ടോ. മുഫ്രദ് മുസന്ന, മാലി മുഫ്രദ് മുസന്ന എഴുതി തരണം. മാലി എന്തിനാടാ എഴുതി വെച്ചാ പോരെ? ഞാൻ വിട്ടരാം. മാലി മുസന്ന എഴുതാ. ഓക്കെ. പിന്നെ മുലാരി മുഫ്രദ് പിന്നെ മുസന്ന. ഓക്കെ. എഴുതി വെച്ചോ ഏതൊക്കെയാണ്. ഓക്കെ. ഒന്ന്
ഇന്ന് നസറ നസറ. ഓക്കെ, എഴുതിച്ചോ. പിന്നെ ഏതാണ്ടേ കാല കാല. പിന്നെ മാത്ത, നേരത്തെ എഴുതി തന്നെ മാത്ത. ഓക്കെ, പിന്നെ ഏതാണ്ടേ രണ്ടെണ്ണം ഒന്നുകൂടി തരാം. കത്തല കത്തല. ഓക്കെ ഓക്കെ. ഓക്കെ, മാലി മുസന്ന മുഫ്രദും പിന്നെ മുവാരി മുസന്ന മുഫ്രദും. ഇനി ജമ്മു ഉണ്ട് കേട്ടോ. ജമ്മു, ഇതില് ജമ്മു എഴുതാണ് കേട്ടോ. ജമ്മു എഴുതാ അറിയോ? ഞാൻ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ് അതാ, അടുത്ത ജമ്മു ഉണ്ട്. അപ്പൊ അറിയാ. എന്നാ അത് എഴുതണം. രണ്ടിനും ജമ്മ്, മാലിനും മുലാരിന്റെ. ഓക്കെ, സർഫാക്കി പഠിച്ചോളി. ഓക്കെ ഓക്കെ, ഇതിന് ഉദാഹരണം ഇതാ. അത് അടുത്ത ജമ്മു ജമ്മു എഴുതുന്നതാ. ജമ്മു അല്ല. ഹറജ ഹറജ ഹറജു. ഉണ്ടോ? കൊറേ ആക്കാണ്. ഒരുപാട് പേർ നടന്നു, അല്ലെ, പോയി. ഹറജ പുറപ്പെട്ടു. ഓക്കെ, അവർ ഒരുപാട് പേർ പുറപ്പെട്ടു. മാലി ജമ്മു മുദക്കർ ആയിബ് വെക്കുമ്പോ അവരെ ഒരുപാട്. ഹറജു, സഅല സഅല സഅലു, സല്ലമ സല്ലമ സല്ലമു. ഓക്കെ, അത് നമ്മളെ എന്താക്കുമ്പോ മുലാരി ആക്കുമ്പോ യഹ്റുജി യഹ്റുജാനി യഹ്റുജൂന, യക്കൂനി യക്കൂനാനി യക്കൂനൂന, യസ്അലു യസ്അലാനി യസ്അലൂന, യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന. അപ്പൊ ശ്രദ്ധിക്കുക, ജമ്മ് വാവും നൂനും, മറ്റേത് അലിഫും നൂനും. ഓക്കെ, മറ്റേത് അതാ മാതിരി. ഇവിടെ അലിഫ് മാത്രം, ഇവിടെ വാവു അലിഫും. മനസ്സിലാക്കുക, ശ്രദ്ധിച്ചോ നിങ്ങള്. സല്ലമു, സഅലു, കാനു, ഹറജു. മറ്റേടത്ത് ഹറജ, കാന, സഅല, സല്ലമ. ശ്രദ്ധിച്ചോ. ഇനിയിപ്പോ ഇവിടെ കത്തലയാകുമ്പോ കത്തലാന്നാവും. മനസ്സിലായോ? കത്തലു, ജലസു. ശ്രദ്ധിച്ചില്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇവിടെ ഉണ്ടോ യുസല്ലിമാനി, അലിഫിൻ നൂനി, എല്ലായിടത്തും അലിഫിന്. അപ്പൊ കത്തലാനി. ഓക്കെ, കത്തല യക്കുത്തുലു, യസ് അലാനി യുസല്ലിമാനി. അപ്പൊ മറ്റേന് ജമ്മു എഴുതട്ടോ. മോള് പറഞ്ഞില്ലേ, ഇതിന് ജമ്മു എഴുതാം കേട്ടോ. മറക്കരുതേ. ഇന്ന് രാത്രി തന്നെ അയച്ചല്ല, ക്ലാസ് കഴിഞ്ഞ ആടെ അയച്ചേർന്നട്ടാ. ഒന്നും ഒഴിവില്ല, കാരണം പഠിച്ചു പോണ്ടേ. പിന്നെ ഇഫുല് ഞാൻ പറഞ്ഞിട്ടോ. ഇഫുല് ഇനി കുലിയായുൽ കാഫിറൂൻ, കാഫിറൂന്, ഇദാജ നസ്റുല്ലാഹി വൽ ഫത്ത്. പിന്നെ ഏതാ? പിന്നെ ഏതൊന്നും ഉണ്ടല്ലോ. തബ്ബത്തി ഏതാ? അബീലഹബ്. ഓക്കെ, മറ്റേ പഠിച്ചു നിങ്ങള്? ലീലാഫി, തബ്ബത്തിയും, പിന്നെ ലീലാഫി മറായിക്കും ഇന്നത്തിനാക്കും, അല്ലെ? അത് ലാസ്റ്റ് ചോദിക്കാം ക്ലാസ്സിന്റെ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? ജമ്മ എല്ലാവർക്കും അറിയില്ലേ? അടുത്തടുത്ത് ഇനി മുഅന്നസ്. മുഅന്നസ് നമ്മളിപ്പോ ഇതുവരെ മുദക്കറല്ല പറഞ്ഞേ, ഇതുവരെ ഇതാ പറഞ്ഞേ. ജലസ ജലസ ജലസു, യജിലിസു യജിലിസാനി യജിലിസൂന. ഇതല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞേ. മുദക്കർ പറഞ്ഞു. ഇനി മുഅന്നസ് ജലസ്, താവും, താ കൂടും. ഇവിടെ ജലസാന്നുള്ളൂ. ഇവിടെ ജലസത്ത് എന്നാവും. പിന്നെ ജലസ്ത, ഇവിടെ സാഇന് ശേഷം താ വരും. പിന്നെ ജലസ്ന, ഇവിടെ ലാസ്റ്റ് നൂനാവും. ശ്രദ്ധിച്ചട്ടോ. തജിലിസു തജിലിസാന് യജിലിസ്ന. ഓക്കെ, ഇവിടെ യാ ആണ്, ഇവിടെ താ ആയി. അത്ര വ്യത്യാസമുള്ളൂ എന്തിലാവുമ്പോ, മുഗാരിയിലാവുമ്പോ. ഓക്കെ, മനസ്സിലായോ? ഇവിടെ താവ്, രണ്ടിലും താ വരും, ഇവിടെ നൂനും. ഓക്കെ, അപ്പം ചിലപ്പോ ഇങ്ങനെ ചോദിക്കും. എന്തറിയോ? ചിലപ്പം ഇങ്ങനെ ചോദിക്കും, മാലി മുഫ്രദ് മുഅന്നസ് ഓയിബ് എഴുതാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഓയിബ് എന്തിന്റെ? ജലസേന്റെ. അപ്പൊ എന്ത് ചെയ്തു നിങ്ങൾ? എന്ത് ചെയ്തു? ഉത്തരം പറയടാ. മാലി മുഫ്രദ് മുഅന്നസ് ഓയിബ് പറയടാ. എല്ലാരും ഉറങ്ങാ? പെരുന്നാളിന്റെ ക്ഷീണം? ഹലോ, പറയടാ, പറയ്. മാലി മുഫ്രദ് മുഅന്നസ് ഓയിബിൻ. ജലസേന്റെ മാലി മുഫ്രദ് മുഅന്നസ് ഓയിബ് പറയ്. എന്താണ് ഉറങ്ങാന്ന് ഞാൻ വിചാരിക്കുന്നത്? ജലസ്
ആ മുഅന്നസ് മുഫ്രദല്ല ജലസത്ത്. ഇപ്പൊ പറഞ്ഞില്ലേ ജലസത്ത്. അപ്പൊ അങ്ങനെ ചോദിക്കും. അതായത് മാലിന്ന് എഴുതും. ഇങ്ങനെ ആയിരിക്കും തന്നാ ജലസാന്ന് ഉദാഹരണം തരും. ഏഹ് ഓക്കെ. എന്നിട്ട് മാലി സ്പേസ് ആണല്ലോ വടിയിൽ എഴുതാം. പിന്നെ ജലസാന്ന് എഴുതും. എന്നിട്ട് ഒരു ഇത് തരും. ഇതിപ്പോ 10ാമത്തെ ചോദ്യം കൂട്ടിക്കോ. എന്ത് മാലി മുഫ്രദ് മുഅന്നസ് ഇട്ടാ മുഅന്നസ് ആണ് മുദക്കറല്ല. ഓയിബ് ഒഴിക്കും. ഇവിടെ 1 ജലസത്ത് അല്ലെ, 2 ജലസ 3 ജലസാന്ന് മാത്രം എഴുതും. അപ്പൊ ഏതാ നമ്മൾ സെലക്ട് ചെയ്യും? പറയടാ പറ ഏതാ 1 2 3? ഫസ്റ്റത്തെ അല്ലേ? ഫസ്റ്റത്തെ. ഓക്കെ. ഹലോ. ആ അപ്പൊ അതായി. പിന്നെ നമുക്ക് എന്താ അറിയോ? അപ്പൊ ഇതിന് ഉദാഹരണങ്ങൾ എഴുതി വരുമോ? ഞാൻ തരട്ടെ. മുഅന്നസ് മാത്രം മുദക്കർ വേണ്ട. നേരത്തെ നിങ്ങൾ ഇത് എഴുതിയില്ലേ? നമ്മള് കുറച്ച് ഉദാഹരണം എഴുതി തരാന്. അപ്പൊ അതിലെന്താക്കുക? ഈ മുഅന്നസ് എഴുതണം കേട്ടോ. മുഅന്നസ് എഴുതണം. ഓക്കെ. എന്നാ വേറെ വേണ്ടല്ലോ, കുറെ എഴുതണ്ടല്ലോ. അപ്പൊ ഇതില് മുദക്കർ എഴുതണം, മുഅന്നസ് എഴുതണം. ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടാ? ഡൗട്ട് ഉണ്ടോ? നിങ്ങള് പെരുന്നാൾ ക്ഷീണത്തിലല്ലേ? എന്താ പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല നിങ്ങക്ക്? ഞങ്ങൾ കഴിഞ്ഞല്ലോ, നിങ്ങൾ കഴിഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഇത് ജലസത്ത് ജലസ്ന ഉദാഹരണം ഉണ്ടാവും. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ. എന്താ ഇവിടെ കറാത്ത് ലാഹദത്ത്. ഹുമാ ഫിഅലാനി മാലിയാനിൽ മുഫ്രദിൽ മുഖാത്തബ്. ഉണ്ടോ? മുഫ്രദ് ഉണ്ട്, മുഖാത്തബ്. കറഅത്തുമ ഫീലാനി മാലിയാൻ. ഇത് 2 ഉണ്ടായോണ്ട് കേട്ടോ. കതബ്തും കറഅത്തുന്ന. അത് എന്താണ് ഇത്? ഉദാഹരണങ്ങളൊന്നുണ്ടോ? ഇത് നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. നിങ്ങൾ നോക്കി വെച്ചോളി. ഇങ്ങനെയാണ് എഴുതേണ്ട രൂപം. ഓക്കെ. ഇവിടെ ഇതുണ്ട്. ഇത് ഓയിബല്ലേ, ഹാജറല്ലല്ലോ, അവന്നെ വരിക. അപ്പൊ നമ്മളെ ഇത് പറഞ്ഞില്ലേ? എന്ത്? നമ്മള് ഫെയില് ഫായിലും മഫൂല് പറഞ്ഞില്ലേ? ശ്രദ്ധിക്കണ്ടോ? ഡൗട്ട് തന്നെ ചോദിക്കണേ. അതായത് നമ്മളിപ്പോ യജിലിസു ഫിൽ മക്കാദി എന്ന് പറയുമ്പോ ഇവിടെ ഫായിൽ ആരാ? യജിലിസു. യജിലിസു യജിലിസു പറയടാ. യജിലിസു ഫിൽ മക്കാദി എന്ന് പറയുമ്പോ ഉദാഹരണം പറയടാ. ഇതിലേടെ ഫായിൽ എവിടെ? ആർക്കെങ്കിലും അറിയോ? അടാ പറയടാ. ഞാൻ ഒറ്റക്ക ക്ലാസ് എടുക്കും, നിങ്ങളില്ലേ കൂടെ? ഒരു സുഖല്ല കേട്ടോ. നിങ്ങളൊക്കെ പെരുന്നാളിന്റെ ക്ഷീണത്തിലാവുന്നു. ഉറങ്ങാ. എന്നാ പറയടാ. ഇതിലേടെ യജിലിസു ഫിൽ മക്കാദി എന്ന് പറയുമ്പോ ഇതിലേടെ ഫായില് ആർക്കെങ്കിലും അറിയോ? ഫായിൽ ഉണ്ടോ ഇതില്? ഉണ്ടോ? ഉണ്ട്. ഫായിലുണ്ടത് അവനുള്ളതാണ്. യജിലിസു എന്ന് പറയുമ്പോ അവനല്ലേ. അപ്പൊ അത് ഓയിബായിട്ടുള്ള ഫായിൽ ആരാ നമുക്കറിയില്ല. അപ്പൊ യജിലിസുക്ക് ശേഷം യജിലിസുൽ ഉസ്താദ എന്ന് പറയുമ്പോ കറക്റ്റ് ആയി. ഓക്കെ. മനസ്സിലായോ? ഇങ്ങനെ ഒരിക്കലും വരൂല. മനസ്സിലായോ? യജിലിസു ഫിൽ മക്കദി എന്ന് പറഞ്ഞാൽ തെറ്റാ. യജിലിസുൽ ഉസ്താദ ഫിൽ മക്കദി അല്ലെങ്കിൽ യജിലിസുൽ റിഷാന ഫിൽ മക്കദി എന്നൊക്കെ പറയുമ്പോ കറക്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം യജിലിസു എന്ന് പറയുന്നത് ഓയിബാണ്. അതായത് നമുക്ക് ആളാരാന്ന് അറിയില്ല, അവനറിയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ഥലത്ത് ഒരു കല്യാണപ്പുറത്ത് നിൽക്കുക. അപ്പൊ ആര്? ഫൈസാൻ ഇങ്ങനെ അവിടെ ചോറ് വിളമ്പുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അറിയാം, എനിക്ക് ഫൈസാനെ അറിയൊന്നുമില്ല, എനിക്ക് ഓനെ അറിയില്ല. അപ്പൊ ഞാൻ ഒരാളോട് പറയാം, അവനതാ ചോറ് വിളമ്പുന്നു. അപ്പൊ ആരാന്ന് ഓനക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പൊ അത് ഓയിബായിട്ടുള്ള ആളാ. പിന്നെ ഹാജറായിട്ടുള്ളെങ്കിൽ നീന്ന് പറയും. അതായത് നമ്മള് യജിലിസു എന്ന് പറയുമ്പോ എന്ത് ഓയിബായിട്ടുള്ളതെന്ന് പറയും. ഇനിയിപ്പോ തെജിലിസു എന്ന് പറഞ്ഞു. തെജിലിസു. ഓക്കെ. തെജിലിസു. ഇത് ഹാജറായിട്ട് നമ്മൾ പഠിച്ചിക്കോ. ഹാജറായിട്ട് വരുന്ന
ഇത് ആയിപ്പായിട്ടല്ലേ അല്ലേ? ഹാലർ പഠിച്ചിക്കോ നിങ്ങള്? പറയാടാ. ഇല്ലേ? 5ാം ക്ലാസ്സിലില്ലല്ലോ, 6ാം ക്ലാസ്സിലാ. 5ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ കാണുന്നില്ല, ഞാൻ തപ്പി. ഓക്കെ. അപ്പൊ യജിലിസ് ജലസ എന്ന് പറയുമ്പോ ഹുബ എന്നുള്ളൊരു ഇതുണ്ട്, ലമീർ ഉണ്ട് അവിടെ. ഹുബ. ജലസ എന്ന് പറയുമ്പോ ഹുമ. ഇവിടെ ജലസു എന്ന് പറയുമ്പോ ഹും. ജലസ്ത എന്ന് വെച്ചാ എന്താ? ഹുബ എന്നല്ലേ? ജലസ്ത ഹുമ കുഞ്ഞ. ഓക്കെ. അവൻ എന്ന് പറയുമ്പോ ഹുവ. ഹുമ എന്ന് പറയുമ്പോ 2 പേര്. ഹും എന്ന് പറയുമ്പോ 3 പേര്. ആണുങ്ങൾ 3 പേര്. ഹുമ എന്ന് പറയുമ്പോ ആണുങ്ങൾ 2 പേർ. ജലസ എന്ന് പറയുമ്പോ ആണുങ്ങൾ ഒരുത്തൻ, ഒരാണ്. ജലസത്ത് എന്ന് പറയുമ്പോ പെണ്ണിന് ഹുവ എന്ന് പറയാ. നോക്കട്ടെ. പെണ്ണിന് എന്താ പറയാ? ഓക്കെ, ഞാൻ നോക്കി പറഞ്ഞ. അപ്പൊ മനസ്സിലായല്ലോ, ലമീർ ഉണ്ടാവും ട്ടോ ഈ വായിബില്. മനസ്സിലായോ? നിങ്ങൾ അത്ര ഇതൊന്നും വേണ്ട. അതായത് ജലസ എന്ന് പറയുമ്പോ അവൻ എന്ന് പറയുമ്പോ അവിടെ ലമീർ ഹുബ എന്നാ പറയാ. ജലസ ഹുമ ജലസു ഹും. ജലസ്ത ഹുവ ജലസ്ത ഹുമ ജലസ്ന ഹുന്ന. നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചാൽ മതി കേട്ടോ. അത് നിങ്ങൾ മൈൻഡിൽ നിന്ന് ഒഴിവായിക്കളാം, നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ. നീ എഴുതുന്ന രീതി ഇതാണേ. മനസ്സിലായോ? ഏറാബ് എഴുതാൻ പറയുമ്പോ ഏറാബ് എഴുതാൻ പറയുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് കറാത്താന്ന് തന്നിട്ട് ഇങ്ങനത്തെ കുറെ ഉദാഹരണം തന്നിട്ടുണ്ടാവും. അതായത് 1 ഇതായിരിക്കും, 2 കറാത്താന്നുള്ള ചോദ്യം വന്നു, 11ാമത്തെ ചോദ്യം നോക്കിക്കും. അതില് ഇത് 3 വന്നു. എനിക്ക് ചോദിച്ചു ഇതിൽ ഏതാ ശരിയെന്ന് ചോദിക്കും. ഇപ്പൊ കറാത്ത ഉമ ഫെയിലാനും മാലിയാനും മുസന്ന. നമ്മള് 2ാമത്തെ ഉത്തരം എഴുതിയാ തെറ്റി. നമ്മള് ഇതില് 1ാമത്തെ ആൻസർ, 1ാമത്തെയാണ് ശരി, ഇതാണ് ശരി. അപ്പൊ മാറിപ്പോയത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ മോഡൽ ഒന്ന് നോക്കി വെക്കട്ടോ. അത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇപ്പൊ എഴുതിപ്പിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. അടുത്തത് ഇതൊക്കെ അറിയാലോ. കലമും വാഹിദുൻ, കലമാനി ഇസ്നാനി. ഓക്കെ. ഇതിലെന്താ വ്യത്യാസം? കലമും വാഹിദുൻ എന്ന് പറയുമ്പോ എന്താണ്? കലമാനി ഇസ്നാനി. കലമാനി എന്ന് പറഞ്ഞാൽ 2 പേനായി, പിന്നെ എന്തിന് ഇസ്നാനി? അത് ഇത് പറഞ്ഞു മനസ്സിലാക്കാനാണ്. സലാസ് അഖിലാം എന്ന് പറയുമ്പോ 3. ഇങ്ങനെയായിട്ട് എഴുതുക അക്ഷരങ്ങൾ പറയുമ്പോ. അതായത് ഒന്നിന് നമ്മൾ കലമ് എന്ന് പറയും. നേരത്തെ പറഞ്ഞില്ലേ, ജലസ ഒരാള്. ഇനിയിപ്പോ കലമാനി എന്ന് പറയുമ്പോ 2ആയി. അഖിലാം എന്ന് പറഞ്ഞാൽ പിന്നെ അഖിലാം എന്ന് പറഞ്ഞാൽ പിന്നെ 3ന് ശേഷമുള്ള. ഇനിയിപ്പോ ലക്ഷാണെങ്കിൽ നമ്മൾ അഖിലാം എന്ന് പറയാ. മനസ്സിലായോ? ലക്ഷക്കണക്കിന് പെണ്ണുണ്ടെങ്കിൽ നമ്മൾ അഖിലാം എന്ന് പറയും. ഓക്കെ. അതായത് നമ്മളിപ്പോ സലാസ മിയത്തി അഖിലാം എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ ജമ്മു എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജമ്മു എന്ന് പറയുമ്പോ ഒരുപാട് ഉള്ളതിനാണ്. 2 എന്ന് പറയുമ്പോ എന്ത്? വാഹിദ് പഠിച്ച് മുഫ്രദ് എന്ന് പറയുമ്പോ 1, മുസന്ന പറയുമ്പോ 2ആയി. പിന്നെന്തായി? പിന്നെ ജമ്മായി. ജമ്മു എന്ന് പറയുമ്പോ കോടാലി ആണെങ്കിൽ നമ്മള് ജമ്മു എന്ന് അറിയാം. മനസ്സിലായോ? ഒരു മാറ്റമില്ല. മിളുല്ലത്താണി. പിന്നെ ഫുള്ള് മിളുല്ലാത്തും. ഇതാണ്ടോ 9 മിളുല്ലാത്ത, മാറ്റൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ജമ്മ എഴുതുമ്പോ ഇത് എഴുതുമ്പോ അതത് എഴുതുമ്പോ കണക്ക് എഴുതുമ്പോ ശ്രദ്ധിക്കാട്ടോ. സലാസക്ക് ശേഷമുള്ള മൊത്തം ജമ്മയായിരിക്കും. 1, 2 മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? പറ നിങ്ങള് ഒന്ന് പ്രതികരിക്കും. പെണ്ണന്റെ ക്ഷീണൊക്കെ ഒന്ന് മാറട്ടെ. മനസ്സിലായി? ഓക്കെ. എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞേ? 1, 2 വ്യത്യാസം ഉണ്ടാവും എഴുതുമ്പോ. കലമെന്ന് എഴുതുമ്പോ 1ആയി, കലമാനി എന്ന് എഴുതുമ്പോ 2ആയി. പിന്നെ അക്കിലാം എന്ന് പറയുമ്പോ നമ്മൾ എത്ര എഴുതിയാലും, ഇനിയിപ്പോ മിയത്തു അക്കിലാമിന്ന് പറയാ, മിയത്തു അക്കിലാമിന്ന് പറയും. ഓക്കെ. അപ്പൊ അത് എഴുതുമ്പോ ശ്രദ്ധിക്കാം. ചിലപ്പോ ഇങ്ങനെ തരും, എന്ത് അക്ക് 10ന് എന്ത് 100 പെന്നിന് അറബി ഉള്ളത് എടുത്ത് എഴുതാൻ പറയും. 100 പെന്നുകൾ എഴുതിയിട്ടുണ്ടാവും. 100 പെന്നിന് എഴുതിയിട്ട് അത് അറബിയിൽ എഴുതിടാൻ പറയും. 100 പേനകൾ.
പെന്നുകൾ, പേനകൾ. അത് തന്നിട്ട് ഇതിപ്പോ ഒരു 20ാമത്തെ ക്വസ്റ്റ്യനെ കുട്ടിക്കോ. ഇവിടെ തന്നിട്ടുണ്ടാവും എന്ത് മേത്ത കലമി. അത് തെറ്റാണോ ശരിയാണോ? പിന്നെ 2 മേത്ത കലമാനി. മേത്ത കലമാനി. പിന്നെ 3 എന്ത് മേത്തു അക്കിലാമി. അപ്പൊ ഏതാ ശരി? പറയേ ഏതാ ശരി? ആ ഇതാണ് ശരി. മൂന്നാമത്തെയാണ് ശരി. മൂന്നാമത്തെ. അപ്പൊ ശ്രദ്ധിക്കാൻ കേട്ടോ, അങ്ങനെയാട്ടെ എഴുതുക. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാ സാധ്യതകളും പരീക്ഷിച്ച് പോവാണ്. അപ്പൊ എഴുതി വെക്കുന്നില്ലേ? എഴുതി വെക്കുന്നില്ലേ? എഴുതി വെക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾക്ക് അറിയുന്നേ ഒന്നാമത്തെ മാസം. ഇനി മാസങ്ങളെ കുറിച്ച് പഠിക്കാം. പറയും. ഒന്നാമത്തെ മാസം മുഹറം, രണ്ടാമത്തെ മാസം സഫർ, പിന്നെ 3 റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ. എന്നാ ചോദിക്കട്ടെ പോയി നോക്കട്ടെ. റമദാൻ എത്രാമത്തെ മാസം? റമദാൻ പെട്ടെന്നറി. ആ പത്തേതാ? 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 11. 11. അല്ലടാ, ദുൽഖഅദ, ദുൽഹിജ്ജ. ചെലപ്പോ ചോദിക്കോ ഹിജറ കലണ്ടറിലെ 9ാമത്തെ മാസം ഏത് അല്ലെ 10ാമത്തെ മാസം ഏത് എന്ന് വെച്ചാൽ റമളാൻ. പിന്നെ രണ്ടാമത് റജബ് എന്ന് കിട്ടും. അപ്പൊ തെറ്റരുത്, മനസ്സിലായോ? അത് അയച്ചോ PDF. ഓക്കെ. ലാസ്റ്റ് ദുൽഹിജ്ജ, പിന്നെ 11ാമത്തെ ദുൽഖഅദ്, 10ാമത്തെ ശവ്വാൽ, 9ാമത്തെ റമളാൻ, 8ാമത്തെ ശഅബാൻ, 9ാമത്തെ റജബ്, സാദിസ് എത്ര? 6ാമത്തെ ജമാഅത്തുൽ ഉഖറ, ഖാമിസ് ജമാഅത്തുൽ ഊല, റബീഉൽ ആഖിർ 4ാമത്തേത്, റബീഉൽ അവ്വൽ 3ാമത്തേത്, സഫർ. നമ്മളിപ്പോ എത്രാമത്തെ മാസത്തിലാ? പറയ്. ഓക്കെ 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 ഓക്കെ. എല്ലാരും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയനു ഫുഡൊക്കെ ഉണ്ടായിരുന്നു? മന്തി ബിരിയാണി 2 ഉണ്ട്. ടൂറൊക്കെ പോയോ? ടൂറൊന്നും പോയിക്കില്ല? എവിടെ പോയി? കപാലിയോ? ഏ ഉള്ള ട്രിപ്പിലൊക്കെ അല്ലേ? നമ്മളെ പരീക്ഷ എപ്പ അറിയോ? അറിയോ? എടാ ദിവസം പറയടാ. എപ്പോ? ഈ വരുന്ന ബുധനാഴ്ച. ഓക്കെ. താരീഖൊക്കെ അറിയോ? താരീഖാണ് ജോയിൻ ചെയ്യാം. എന്നാലേ തജ്വീദ് ഞാൻ ജോയിൻ ചെയ്യാം. നോക്കാനാ. സിഫാത്തുൽ ഉറൂഫ് നിങ്ങൾ പഠിച്ചല്ലേ? ഇസ്തിഅല, ഇത്ബാഖ്, കൽക്കലത്ത്, രഹ്വ്, ഹംസ്. എന്നാ പറയ്. ഇത്ബാഖിന് അക്ഷരങ്ങൾ പറയും, ഹുറൂഫുകള്. അല്ല വേണ്ട. അതെന്താണ് അതിന്റെ ഉദ്ദേശം? എന്താ ഇത്ബാഖിന്റെ ഉദ്ദേശം? ആക്കെ നോക്കി പോണേ. എന്ത്? നാവിന്റെ മധ്യഭാഗം. ആരാ പറഞ്ഞേ? ഗുഡ് ബോയ്. അടുത്ത ഞാൻ ചോദിക്കാം. ആരോട് അറിയോ? ഹഫീഫ്. ഹഫീഫേ, ഹഫീഫ് പറയ്, ഇസ്തിഅല എന്താ? ഞാൻ വെറുതെ ചോദിക്കാം, എന്താ നമ്മൾ നാളെ ക്ലാസ് എടുക്കാം. ഇസ്തിഅല എന്താ? ഞാൻ പറഞ്ഞ ഉച്ചരിക്കുമ്പോൾ പറയേ ശബ്ദഗതി ഉയരുക. ഓക്കെ. രഹ്വ മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം. കറക്റ്റ്. ഹംസ് എന്താ? മഖ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചരിക്കുന്നതോടൊപ്പം ശ്വാസം പുറത്തുപോകാൻ. കൽക്കലത്തോ? പറയേ കൽക്കലത്ത് സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക. കുത്തുബിജത് എന്ന് പറയൂട്ടോ. അതിന്റെ അക്ഷരങ്ങൾ കുത്തുബിജത് അല്ലേ? വഖഫിൽ അല്ലേ? ഏതാ അക്ഷരങ്ങള്? ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്.
കുത്തുബിജത്ത് കൂട്ടി വയ്ക്കുമ്പോ കുത്തുബിജത്ത് അങ്ങനെ പഠിച്ചാൽ മതി. അങ്ങനെ ഒരു സിമ്പിളായി പഠിക്കണം. ഗൈസ്, ഓക്കെ ഓക്കെ. ഇഹ്ദിന സിറാത്ത എന്നൊക്കെ പറയണം. സിറാത്തൽ മുസ്തഖീം. ഓക്കെ ഓക്കെ. പിന്നെ ഹാ ഇല്ലേ? പിന്നെ കലിമത്തുൽ അവസാനം വരുന്ന ഹാഹുകളെ കുറിച്ച് അറിയോ? വഖഫ് ചെയ്യണ്ടേ? അൽ ഖാരിയ, അൽ ഖാരിയ, മാഹിയ, ലഹു. ആ അങ്ങനെയാണ്. ഹംസ് ബസ്സിൽ അറിയോ? കത്തോ? വഖഫ്, വഖഫ്, വഖഫ്. പിന്നെ വഖഫിന്റെ അടയാളങ്ങൾ വ്യാഖ്യാനം അറിയാലോ? മറ്റേ ഖുറാനില്ലടാ, മറ്റേ വട്ടം, കാഫ് ലാമ് ത്വാ മീമി ജീമ്, അതൊക്കെ ഒന്ന് പഠിച്ചു കേട്ടോ. നോക്കിക്ക. ഇതൊക്കെ നോക്കണോ? തിലാവത്തിന്റെ സുജൂദിൽ എന്താ ചൊല്ലുക? തിലാവത്തിന്റെ സുജൂദ്. ആ ആ വെൽഡൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതില്ലെങ്കില് അതറിയൂല. അപ്പൊ എന്താ ചെയ്യണ്ടേ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ ഖുർആൻ ആരാ ഒരുമിച്ച് കൂട്ടിയേ? പറയ്. ഒരു സാഹചര്യം പറയും. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു സാഹചര്യം എന്താണ് അറിയോ നിങ്ങക്ക്? ആ ഓക്കെ ഓക്കെ. ആ ഒരുമിച്ച് കൂട്ടി അത് ഗ്രന്ഥാക്കി മാറ്റിയതാരാ? ആ എത്ര കോപ്പി ഉണ്ടേനു? ഉണ്ട്. പിന്നെ ഖുർആൻ എത്ര വർഷം കൊണ്ടാ ഉണ്ടാക്കിയത്? ഉണ്ടായില്ല. എത്ര വർഷം കൊണ്ട് ഇറങ്ങിയത്? ആര് മുഖേന? അല്ലേ? നബിത്താളായിട്ട് എഴുതി വെച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കുക. എത്ര രീതി ഉണ്ട് പാടാന്? എത്ര കാര്യങ്ങളുണ്ട് ഖുറാനിന്? എത്ര? ഓക്കെ ഓക്കെ ഓക്കെ. നബിത്താളെ കാലത്തെ പ്രധാനപ്പെട്ട ഖുർആൻ എഴുത്തുകാരനായിരുന്നു? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പിന്നെ 10 കാര്യങ്ങളില്ലേ? അറിയോ? നാഫിഅ ബിൻ മദനി, അബു അംർ ബിൻ ബസരി, ആസിമുൽ കൂഫി, കിസായിൽ കൂഫി, യാക്കൂബ്. ആ, സീന്. പിന്നെ അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. നോക്കിയിട്ടല്ലല്ലോ പറഞ്ഞേ? എനിക്ക് തോന്നി നോക്കിയിട്ടാ പറഞ്ഞെ. കാരണം കറക്റ്റാ. ബുക്ക് പറഞ്ഞ വെച്ചിക്കാ. ഓക്കെടാ, വെൽഡൺ, ഗുഡ് ബോയ്. ഓക്കെ ഓക്കെ, അതൊന്ന് പഠിച്ചേക്കട്ടോ. ഓക്കെ ഓക്കെ. നമ്മളെ ഇറാത്ത് ഏതായിരിക്കും അറിയോ? അപ്പോ അപ്പോ ഏ, ഇത് ഞാൻ വേണേ നാളെ ഒന്ന് ഷോർട്ടാക്കി എടുത്തുതരാം. നിങ്ങൾക്ക് അറിയുന്നേക്കും. ബുക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടാ? അഥവാ ഇല്ലേ, 4-ാം ക്ലാസ് വേണ്ട, ഇനി 5-ാം ക്ലാസ് പഠിച്ചാൽ മതി. 5-ാം ക്ലാസ് നോക്കിയാൽ തോട്ടെ, അതാണേക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഖുറാന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചൊക്കെ അറിയാലോ? ഖുറാൻ എത്ര ഫളായിലുൽ തിലാവത്ത്. പിന്നെ ഇഫ്ള് മനപ്പാടാക്കുന്നതിന്റെ പ്രധാനമായിട്ട് മനപ്പാടാക്കുന്ന സൂറത്തുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ദേശത്ത് ഒരാള് ഖുറാൻ ഫുള്ള് മനപ്പാടാക്കി ഒരാളെങ്കിലും ഉണ്ടാവല് നിർബന്ധമാണോ? അല്ലേ? ആണോ? അതിനെന്താ പറയാ?
ആ ഓടിക്കേ. ഓക്കെ. പ്രധാന പതിവായി മനപ്പാടമാക്കേണ്ട എന്ത്? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അടിച്ചു. പിന്നെ എന്നാലേ മോനെ, ഞാൻ രണ്ടു മൂന്നാളോട് ഇഫ് ചോദിക്കാം ഒന്ന് ടെസ്റ്റ് ചെയ്യാന്. ടെസ്റ്റ് അഹാന ബൂക്കറെ മോനെ, ഓതടാ നമ്മളെ മറ്റേ ലീല ഫിഗുറെ ചോദ്യം നോക്കാനാ പഠിച്ചിക്കോക്കാൻ. ബാക്കിയുള്ള വൈ ബുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്താള് ഓത്. അതാണ് അഫ്താഷെ. അടുത്ത സുഹൃത്ത് റൈറ്റാ ഒതിക്കോ. റൈറ്റ് ഓത്. ദോൽ എത്തി. എടാ കൊറേ നീട്ടുണ്ടാവും. ഇത് أرأيت الذي يكذب بالدين وذلك الذي يدعو اليتيم ولا يحض على طعام المسكين. ഓക്കെ. فويل للمصلين ആണ്. ആ ബാക്കി الذين هم عن صلاة. നോതി അയച്ചാൽ മതിട്ടാ. ഓക്കെ. അടുത്ത മോനെ അംജദ് യാസീനെ. എടാ നിങ്ങൾ മറ്റേ പഠിച്ചു തീർത്തോ? അംജദ് യാസീൻ, അഫീഫ്, ഒരാളും കൂടി ഇല്ലടാ. മറ്റേ പേരെന്തേലും ആമില്. ആ ആമിലടെ ഉണ്ടാ? ആമിൽ. ആമിൽ അവന്റെ പേരെന്തന്നെ? ആമിൽ. പുള്ളി അറിയടാ. ആ ഓൻ ക്ലാസ്സില്ലാന്ന്. നീ മറ്റേയൊക്കെ പഠിച്ചെങ്ങനെ ഉണ്ടാവും അഫീഫെ? ഫുൾ പൂർത്തീകരിച്ചോ? എന്നാ അത് പറയടാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? പറയ് മോനെ അഫി. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി. അച്ചടി വരും. പിണറായി വിജയനാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. പഠിക്കുക എടാ. അമിത് ഷാ പറഞ്ഞല്ലേ. നിങ്ങൾക്ക് അയച്ചു തന്നിക്കില്ല? PDF ഒക്കെ അയച്ചു തന്നല്ലേ? പിന്നെന്താ കിട്ടാവുന്നില്ലല്ലോ. ഓക്കെ. അവ പഠിച്ചോളിട്ടോ. ഇനി സമയമില്ല. ഓക്കെ. അപ്പൊ എന്നാ ശരി. വേറെന്തൊക്കെയാ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടോ. നസ്വറ, കാല, മാത്ത, കത്തല. ഇതിന്റെ മാലി മുഫ്രദ് മുസന്നി മുദക്കറിലും മുഅന്നസിലും എഴുതണം. ഓക്കെ. മനസ്സിലായോ? പിന്നെ മുലാരി മുഫ്രദ് മുസന്ന മുദക്കറിലും മുഅന്നസിലും എഴുതിയില്ല. ഓക്കെ. വെൽ ഡൺ. പിന്നെ ജമ്മു എഴുതണേ. സോറി. മാലി മുദക്കർ മുഅന്നസ് മുഫ്രദ് മുസന്ന ജംഇ മുലാരി മുഫ്രദ് മുദക്കർ മുഅന്നസ് മുസന്ന ജമ്മു. ഇനി ഡൗട്ട്? നോ. എന്നാ ശരി. ഞാനേ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യട്ടെ. എന്നാ ഞാൻ ചെയ്തേ. ആരാണ്? പറയ് ആരാണ്? ക്രിസ്ത്യാനോ ജനേജോ നിങ്ങളെ ചോദിച്ചിട്ടില്ലല്ലേ? ഇന്നും ആരൊക്കെയാ ഉള്ളേ? ഇന്നും ആമിർ ഷെബിനൊക്കെ. എന്താ പിടിച്ചോ? റയ്യാനില്ല. റയ്യാനൊക്കെ എവിടെ ക്ലാസ്? നീ ഇതുവരെ ക്ലാസ് പങ്കെടുത്തില്ലല്ലോ. എന്നെ വിളിക്കണം. ഓക്കെ. എന്നാ പിടിച്ചോ. അമേരിക്കയുടെ പ്രസിഡന്റ് പറയ്. റഷ്യാൻ. പിന്നെ റഷ്യന്റെ പ്രസിഡന്റ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി
ഓക്കെ. ഞാൻ ആമിർ ഷെബിൻ. പിടിച്ചോ. ഇന്നോട് എന്താ പറയാ, ഉം. ഇന്ത്യയുടെ മുഖ്യമന്ത്രി പറയും. ഇന്ത്യയുടെ മുഖ്യമന്ത്രി. അടാ, ഇന്ത്യക്ക് മുഖ്യമന്ത്രി ഇല്ല. മനസ്സിലായോ? പ്രധാനമന്ത്രി. അതിന് ചോദിച്ചാ. ഓക്കെ. അടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപതി. ആ, ഓക്കെ. എന്നാ ശരി, വേറെന്തൊക്കെയാ? ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാ. മാണ്ടോല് വെക്കുക. ഡൗട്ടുള്ള ക്ലാസ് വെക്കുക. ഓക്കെ. എന്നൊക്കെ ഇപ്പാരാ കേറി വന്നേ? ഇപ്പാരാ വന്നിക്കല്ലോ? ഷംന അതാക്കോണ്ടാ. സഞ്ജയെ ക്ലാസ് കഴിഞ്ഞിട്ടാ റിജി വരുന്നേ. യൂട്യൂബിൽ ഇന്നുണ്ട്. ആ, ഇന്നടേനു പുതിയ അക്കൗണ്ട് വന്നിക്ക്. ആ, ഓക്കെ. എന്നാ ശരി. ഓക്കെ. ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് കേൾക്കാം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ പറഞ്ഞ കാര്യം 12:30 ഉള്ളിൽ എല്ലാരും അയക്കുക കേട്ടോ. ആ, മാത്സ് ഒക്കെ മനസ്സിലായല്ലോ. ഞാൻ ആൻസർ അയച്ചുതരാം ബാക്കിയുള്ള എല്ലാത്തിന്റെയും. പിന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ എക്സാമിന്. ഫുൾ മൈൻഡ് തല ഉപയോഗിച്ച് ചെയ്യണം. ഓക്കെ, ഡൺ. എന്നാലും പെരുന്നാളിന്റെ ചോറ് അപ്പൊക്കെ വേണം തീർത്തോളൂ വീട്ടിൽ. എന്നാ ശരി, അസ്സലാമു അലൈക്കും.